ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രഭാതകാലത്തില് ദൈവത്തിന്റെ വചനവുമായി നിങ്ങളോടൊപ്പമായിരിക്കാൻ കൃപ തന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് വിശുദ്ധ മന്നയായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 4ഉം 5ഉം വാക്യങ്ങളെ ആധാരമാക്കിയാണ്. അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും. ജനം എന്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടുന്നതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പറക്കിക്കൊള്ളണം. എന്നാൽ 6-ാം ദിവസം അവർ കൊണ്ടുവരുന്നത് ഒരുക്കുമ്പോൾ ദിവസം പ്രതി പിറക്കുന്നതിന്റെ ഇരട്ടി കാണും എന്നരുളി ചെയ്തു. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ മനോഹരമായ ഒരു വചനം, ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കുന്ന ഒരു വചനം ഇവിടെ നൽകി തരുമ്പോൾ ഇതിന്റെ പശ്ചാത്തലം നമുക്കൊന്ന് ശോധന കഴിക്കാം. ജനമെല്ലാം മോശയുടെ നേതൃത്വത്തിൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് അവർ ഏലീമിൽ ഇറങ്ങി. ഏലീമിൽ നിന്ന് അവർ യാത്ര പുറപ്പെട്ട് ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തുനിന്ന് പുറപ്പെട്ടതിന്റെ 2-ാം മാസം 15-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. 2-ാം മാസം 15-ാം തീയതി നടക്കുകയാണ് ഈ സംഭവം നടക്കുന്നത്. അവരുടെ സംഘം എല്ലാം ഏലീമിനും സീനായിക്കും മധ്യയുള്ള ഒരു സ്ഥലത്ത് വന്നു, ഒരു മരുഭൂമിയിലാണ്. അവിടെ വെച്ച് ഇസ്രായേൽ മക്കള് ഈ 2-2.5 മാസമായി അവര് മിസ്രൈമിന്റെ അനുഭവത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന്, കഷ്ടപ്പാടിൽ നിന്ന് ഒക്കെ വേർതിരിഞ്ഞ് ഈ ജനം മാത്രം ദൈവത്തോടൊപ്പം മോശയോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. പല സ്ഥലത്ത് അവര് കൂടാരമടിച്ച് താമസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവർക്ക് ഭക്ഷണം ഇല്ലാതെയായി തീർന്നു. കൊണ്ടുവന്ന ഭക്ഷണങ്ങളെല്ലാം തീർന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലാത്തൊരവസ്ഥ വന്നു. ഈ സമയത്ത് അവര് പിറുപിറുപ്പിന്റെ ഒരു അനുഭവത്തിലേക്ക് മാറുകയാണ്. മോശയ്ക്ക് നേരെ പിറുപിറുക്കുകയാണ്. ഞങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുവാൻ തക്കവണ്ണമാണ് ഈ മരുഭൂമിയിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കൊച്ചുങ്ങളെയും കൊണ്ടുവന്നത് എന്ന് അവരോട് പറയുകയാണ്. നമുക്കറിയാം, വിടുവിക്കുന്ന രക്ഷിക്കുന്ന വീരനായ ദൈവം അവരോടൊപ്പം സഞ്ചരിക്കുകയാണ്. അവരുടെ എല്ലാ യാത്രയിലും മുൻപടയായി കർത്താവ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവർ പിറുപിറുക്കുന്നത്. ഇവിടെ കർത്താവ് അവർക്കൊരു വ്യവസ്ഥ, കർത്താവിന്റെ വചനം അവരനുസരിക്കുമോ, കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സേവിക്കുമോ, ആ ന്യായപ്രമാണം അവർ പാലിക്കുമോ എന്നറിയുവാൻ അവർക്ക് ഒരടയാളത്തിനായി ഒരു അത്ഭുതം ചെയ്യുവാൻ തക്കവണ്ണം തീരുമാനമെടുക്കുകയാണ്. അവർ കൊണ്ടുവന്ന ഭക്ഷണം തീർന്നു പോകുന്നതാണെന്നും ദൈവം കൊടുക്കുന്ന ഭക്ഷണം അവർക്ക് നിത്യമാണെന്നും മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ദൈവം നിത്യനാണ്. അവിടെ നിന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണെന്ന് അവർക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. മോശയ്ക്ക് നേരെ പിറുപിറുത്ത ഈ ജനത്തിന് മോശയോട് ദൈവം സംസാരിക്കുകയാണ്. അവര് എന്ത് ചെയ്യണം? എന്റെ ന്യായപ്രമാണം അനുസരിക്കുവാൻ ഞാൻ അവർക്ക് ആകാശത്തു നിന്ന് മന്ന വർഷിപ്പിക്കുവാൻ പോവുകയാണ്. നീ ഇസ്രായേൽ മക്കളോട് ഇത് പറയണം. ഇസ്രായേൽ ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന യഹോവ ഞാനാണെന്ന് അവർ മനസ്സിലാക്കുവാനാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് പറയുകയാണ്. അവര് യഹോവയുടെ തേജസ്സും കാണും. യഹോവയുടെ നേരെയുള്ള അവരുടെ പിറുപിറുപ്പ് കർത്താവ് ഇത് കേട്ടിരിക്കുന്നുവെന്ന് അവർക്ക് മനസ്സിലാകണം. ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം അവർക്ക് തീർച്ചയായിട്ടും കൂടുതൽ ശക്തമായി തീരുവാൻ തക്കവണ്ണമുള്ള ഒരു അടയാളം കൂടി ആയിരുന്നു. എന്താണ് അടയാളം? അവർക്ക് അടയാളമായിട്ട് കൊടുക്കുന്നത് സ്വർഗത്തിലെ ആഹാരം അവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. ആ കർത്താവ് മന്ന വർഷിപ്പിക്കുന്നതിനെ കുറിച്ചും അതുപോലെ മാംസം കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള ആലോചനയാണ് മോശയ്ക്ക് അവിടെ കൊടുക്കുന്നത്. ഓരോരുത്തരും ഭക്ഷിക്കാവുന്നതിന്റെ അത്രയും എല്ലാ ദിവസവും രാവിലെ എന്ത് ചെയ്യണം? പറക്കണം. രാവിലെ ഉണർന്നു വരുമ്പോൾ മന്ന വീണ് കിടക്കും. സ്വർഗത്തിലെ ദൂതന്മാരുടെ ആഹാരമാണ്. ആ മന്ന അവരാവശ്യം പോലെ പറക്കണം. എത്ര പറക്കണം? ആളൊന്നിന് ഇടങ്ങഴി വീതമാണ് അളവ്. ഒരാൾക്ക് എത്ര ഇടങ്ങഴി? ഇടങ്ങഴി എന്ന് പറഞ്ഞാൽ 4 നാഴി എന്നാണ് അർത്ഥം. അപ്പൊ ഒരാൾക്ക് ഒരു ദിവസത്തേന് 4 നാഴി. അതാണ്. അത് പറക്കി ഒരുക്കി അവർ കഴിച്ചോണം.
എന്നാല് ദൈവത്തിന്റെ ന്യായപ്രമാണം അവരനുസരിക്കുമോ? ദൈവത്തിന്റെ വിശുദ്ധ ദിവസം ദൈവത്തോടൊപ്പം അവർ ആരാധനയ്ക്കായിട്ട് വേർതിരിച്ച ദിവസത്തിൽ അവർ ആരാധിക്കുമോ? അതോ മന്ന പറക്കാൻ പോകുമോ? അതോ അവരെ വിശ്വസിക്കത്തില്ലയോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്തു? ഒരുക്ക നാളില് 6-ാം ദിവസം അവർക്ക് ഇരട്ടി വർഷിപ്പിച്ചു കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു? അല്ലാത്ത ദിവസം ഇടങ്ങഴി കൂടുതൽ പറക്കുന്നതിൻ്റെ അത് ക്രമിച്ചു പോകും, പിന്നത്തേന് വെച്ചേക്കാനൊക്കത്തില്ല. എന്നാൽ ഒരുക്ക നാളിൽ അവർ പറക്കിയത് പിറ്റേ ദിവസത്തേന് ക്രമിക്കാതെ ഇരിക്കും, അത് നശിക്കാതെ ഇരിക്കുന്ന ഒരനുഭവം, ആ അത്ഭുതം അവർക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ അല്ലാത്ത ദിവസം കൂടുതൽ പറക്കിയത് അവർക്ക് ഉപകരിച്ചില്ല എന്നുള്ളതും വലിയൊരു അടയാളമാണ്. അപ്പം മന്ന ആളൊന്നിന് ഇടങ്ങഴി വീതം അത് അവർക്ക്, എന്നാൽ ഒരുക്ക നാളിൽ 2 ഇടങ്ങഴി, ഒരാൾക്ക് 2 ഇടങ്ങഴി എന്ന കണക്കിന് പറക്കുവാനുള്ളതായ ഒരനുഭവം. അത് ചുടാനുള്ളത് ചുടണം, പറക്കാൻ എല്ലാം ഒരുക്കിക്കൊള്ളണം, പിറ്റേ ദിവസത്തേനല്ല. ശബദം എന്ന് പറയുന്നത് അത് ദൈവവും അവരും അവരുടെ പരദേശികളും അവരുടെ കുഞ്ഞുങ്ങളും അവരുടെ വീട്ടിലെ വേലക്കാരും എല്ലാവരും ചേർന്ന് ദൈവസന്നിധിയിൽ അവിടുന്ന് തരുന്ന എല്ലാ അനുഗ്രഹത്തിനും നന്ദി അർപ്പിക്കുവാനും അവരനുഗ്രഹിക്കപ്പെടുവാനും ദൈവവും ജനവും ഒന്നായിരിക്കുവാനുമുള്ള ഒരു അനുഭവം അവർക്ക് പ്രാപിച്ചെടുക്കുവാനുള്ള ഒരു കാര്യമായിരുന്നു. ജനം അത് വിശ്വസിച്ചവരുമുണ്ട്, വിശ്വസിക്കാത്തവരുമുണ്ട്. വിശ്വസിക്കാത്തവരെന്ത് ചെയ്തു? അവര് വെള്ളിയാഴ്ച കൂടുതൽ പറക്കിയില്ല, ഇടങ്ങഴി പറക്കി, പിറ്റേ ദിവസം നോക്കിയിരുന്നു, അവർക്ക് മന്ന കാണുവാൻ കഴിഞ്ഞില്ല. എന്നാൽ അത്യാഗ്രഹത്തോടെ മറ്റുള്ള ദിവസം പറക്കിയവർക്ക് പിറ്റേ നാളത്തേന് അത് ഒന്നും ശേഷിക്കുകയും ചെയ്തില്ല, നശിച്ചു പോകുന്ന അനുഭവം ഉണ്ടായി. ഇവിടെ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ദൈവം വ്യവസ്ഥ ചെയ്ത ഓരോ കാര്യങ്ങളും അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കും അങ്ങനെ ജീവിക്കുവാൻ തക്കവണ്ണം തീരുമാനമെടുക്കുവാൻ കഴിയുള്ളൂ. വിശ്വാസം എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഹൃദയത്തിൽ രൂഢമൂലമായി തീരണം. അതുമാത്രമേ നമ്മുടെ പ്രവൃത്തിയിൽ വെളിപ്പെടുകയുള്ളൂ. ഹൃദയത്തിൽ രൂഢമൂലമാകാതെ വിശ്വാസം പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ സാധ്യമല്ല. അതുകൊണ്ട് മന്ന ഒരടയാളമായി, ഒരുക്ക നാളിൽ കൊടുത്ത മന്ന അവർക്ക് ഒരടയാളമായിരുന്നു എന്ന് മനസ്സിലാക്കണം. ശബദിന്റെ വിശുദ്ധിയെ അവർ കാത്തു പരിപാലിക്കുവാൻ തക്കവണ്ണം അതൊരടയാളമായിരുന്നു എന്ന് നമുക്ക് ദൈവവചനം വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് ഈ കാലത്ത് നമുക്ക് ദൈവത്തിന്റെ വചനത്തില് ആ വിശ്വാസം നമ്മുടെ ഉള്ളത്തിൽ വന്നിട്ട് ഒരുക്കാനുള്ളതെല്ലാം എന്ത് ചെയ്യണം? ഒരുക്ക നാളിൽ തന്നെ ഒരുക്കി നമ്മളെയും ആ വിശുദ്ധ മണിക്കൂറുകളിലേക്ക്, കർത്താവിനെ ആരാധിക്കുന്നതിലേക്ക് ഒരുക്കി കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അതൊരടയാളമാണ്, മറ്റുള്ളവരുടെ ഇടയിൽ നമ്മളൊരു സാക്ഷ്യമാണ്. അത് ലോകം മുഴുവനും ദൂതന്മാരും അത് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് വെളിപ്പെടുന്ന ഒരു ദിവസത്തിനായി ആ ശബദിന്റെ കർത്താവായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം, നമ്മെ തന്നെ ഒരുക്കാം. ഈ പ്രഭാതത്തില് ആ അനുഭവത്തിന് വേണ്ടി, ശബദിന്റെ അനുഭവത്തിന് വേണ്ടി നമ്മെ ഒരുങ്ങി പാർക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. കരുണയുള്ള ദൈവമേ, അവിടുന്ന് തരുന്ന എല്ലാ വചനങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിൽ രൂഢമൂലമായി അതിൽ തന്നെ ജാഗരിച്ചുകൊണ്ട് ജാഗ്രതയോടെ ദൈവവചനങ്ങളെ അടിയങ്ങൾ ഭയഭക്തി ബഹുമാനത്തോടെ സ്വീകരിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരുടെ ഇടയിൽ അടിയങ്ങളൊരു മാതൃകയായിരിക്കാൻ, അടിയങ്ങളൊരു പ്രചോദനമായിരിക്കാൻ, മറ്റുള്ളവർക്കടിയങ്ങൾ ഒരു അനുഗ്രഹമായിരിക്കാൻ, അവിടുത്തെ അടയാളമേറ്റവരായി തീരുവാൻ ഞങ്ങളെ സഹായിച്ചൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. എന്നാൽ അവയുടെ മുമ്പിൽ കർത്താവെ മുദ്രയുള്ള ജനം നിലനിൽക്കുന്നത് വേദപുസ്തകത്തിലൂടെ അടിയങ്ങൾ കാണുമ്പോൾ അതുപോലെ നിലനിൽക്കുവാൻ അടിയങ്ങൾക്കും കൃപ തരുന്ന കർത്താവിൽ ആശ്രയിക്കുന്നു. അവിടുത്തെ ശരണത്തിനായി കടന്നു വരുമ്പോൾ അടിയങ്ങളെ തള്ളിക്കളയരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ കർത്താവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങുന്ന ആ അടയാളം ഞങ്ങളുടെ ഉള്ളത്തിലും നിലവിലും ഞങ്ങളുടെ നെറ്റിയിലും കൈമേലും കെട്ടിക്കൊണ്ട് ഞങ്ങളുടെ പ്രവൃത്തിയിൽ വെളിപ്പെട്ടുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിച്ചൊരുക്കണമെന്ന് യേശു മൂലം ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.